ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെങ്കിലും നമ്മൾ ഡോഗ്സ് കോയിൻ എന്നുള്ള ഒരു ടോപ്പിക്ക് വിട്ടിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് നടക്കാത്തൊരു മട്ടാണ് ഇപ്പം നമുക്ക് ടോട്ടലി കാണാനായിട്ട് പറ്റുന്നത്. കാരണം ഡോഗ്സ് കോയിനകത്ത് കുറേയധികം കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. കുറേയധികം ആളുകൾക്ക് വിഡ്രോവൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ പുതിയൊരു എക്സ്ചേഞ്ച് നേരത്തെ ഡോഗ്സ് ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ലിസ്റ്റിംഗ് വീണ്ടും മാറ്റിവെക്കാനായിട്ട് പോകുന്നു എന്ന തരത്തിലുള്ള കുറേയധികം ന്യൂസുകൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ മൊത്തം ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ടെലഗ്രാമിൻ്റെ ജോയിനിങ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തു വന്ന കുറേയധികം മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് തീർത്തും പുതുമയുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. തുടർച്ചയായിട്ട് 9ാമത്തെ വീഡിയോസാണ് ഇപ്പം ഞാൻ ഡോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഇതിലുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാവിധ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിൽ പലരും കമൻ്റായിട്ട് ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. മാക്സിമം ഇതിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ഡോഗ്സ് എയർ ഡ്രോപ്പ് അലൊക്കേഷൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലേക്കും അതുപോലെ തന്നെ ടെലഗ്രാം വാലറ്റിലേക്കാണെങ്കിൽ അതിലേക്കും വിഡ്രോവലും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ബോട്ട് തുറന്ന് നോക്കുമ്പോൾ ആ വിഡ്രോവൽ കൊടുത്ത ടോക്കൺസ് എല്ലാം തിരിച്ചു കയറിയതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഒട്ടനവധി ഇഷ്യൂസ് ഇപ്പം ഇവരുടെ ഈ ഒരു ബോട്ടിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഒക്കെക്സിലേക്കല്ല വിഡ്രോവൽ കൊടുത്തത്. പക്ഷേ ബോട്ട് തുറക്കുമ്പോൾ ഡെപ്പോസിറ്റ് ടു ഒക്കെക്സ് ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ഫോളോ ചെയ്തത്. നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ അടിക്കുന്നതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ടെലഗ്രാം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇത് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ഒരു ബഗ് ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഏകദേശം 42 മില്യൺ മുകളിൽ യൂസേഴ്സാണ് ഇതിനുള്ളത്. സോ അവരൊക്കെ എല്ലാവരും കൂടെ വിഡ്രോ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ലാഗും അല്ലെങ്കിൽ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഇവരുടെ ബോട്ടിൽ സംഭവിക്കാം. അത്തരത്തിലുള്ള ഒരു എറർ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ബോട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വിഡ്രോവൽ കൊടുത്ത സമയത്തുള്ള ഇൻ്റർഫേസ് എങ്ങനെയാണോ അതുപോലെയൊക്കെയാണ് ഇടയ്ക്കും വരുന്നത്. സോ ഇതിൽ നല്ല രീതിയിൽ ആളുകൾ വിഡ്രോവലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാവണം ഇത്തരത്തിലുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഒന്നും ഓർത്ത് പാനിക്കാവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതുമായിട്ട് സംബന്ധിച്ച് എന്ത് അപ്ഡേറ്റ് വന്നാലും ഇവരുടെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇവർ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നൊക്കെ ഇവർ തന്നെ നമുക്കൊരു അപ്ഡേറ്റ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളാരും യാതൊരു കാരണവശാലും പാനിക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടോക്കൺസ് ഒന്നും എവിടെയും പോകാനായിട്ടും പോകുന്നില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ടെലഗ്രാം വാലറ്റിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിഡ്രോ കൊടുത്തിരുന്നു. അപ്പം ഡെപ്പോസിറ്റ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിച്ചു. പക്ഷേ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിങ്. നൗ ബി റെഡി ഫോർ ദ ലിസ്റ്റിംഗ് ഓൺ ഓഗസ്റ്റ് 26. അവരുടെ ലാസ്റ്റത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ലിസ്റ്റിംഗ് വരാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 23-ാം തീയതി ആയിരുന്നു. പക്ഷേ ഇത് ഈ ബോട്ടിനകത്ത് ഇപ്പം 26-ാം തീയതി ലിസ്റ്റിംഗ് എന്ന് കാണിക്കുന്നു. ഈ ഒരു കാര്യത്തിലും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഡോഗ്സിൻ്റെ ടീമാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഓഗസ്റ്റ് 26-ാം തീയതി എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഇൻ്റർനാഷണൽ ഡോഗ് ഡേ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. സോ അന്ന് ഇവരെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും നമുക്കൊരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇപ്പം ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലിസ്റ്റിംഗ് മാറ്റി വെക്കുമോ, അല്ലെങ്കിൽ 23-ാം തീയതി തന്നെയാണ് ലിസ്റ്റിംഗ് വരാനായിട്ട് പോകുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്. എൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ഡോഗ്സ് ലിസ്റ്റ് ചെയ്തിട്ട് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു $0.2 അടുപ്പിച്ചാണ് ഒരു ഡോഗ്സ് ടോക്കൺ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു $0.45 വരെയൊക്കെ പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത്രയും ഒരു പ്രൈസും കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇവരുടെ ഒരു ലിസ്റ്റിംഗ് ടൈമിൽ 400 ബില്യൺ ടോക്കൺസ് മാർക്കറ്റിൽ സർക്കുലേറ്റ് ആവുകയാണെന്ന് കരുതുകയാണെങ്കിലും ഈ ഒരു പ്രൈസിലേക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു $8 ബില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെ എത്തേണ്ടി വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ടോപ്പ് 10 ക്രിപ്റ്റോൻ്റെയൊക്കെ അടുപ്പിച്ച് നമ്മുടെ ഒരു ഡോഗ്സ് എന്ന് പറഞ്ഞ സാധനം വരേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ആ ഒരു മാർക്കറ്റ് ക്യാപ്പൊക്കെ ഒരു പക്ഷേ ഈ ഒരു ടോക്കണ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ലിസ്റ്റിംഗ് ടൈമിൽ ഇത്രയും വലിയൊരു മാർക്കറ്റ് ക്യാപ്പിലേക്ക് എത്താനായിട്ട് പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ഇതുവരേക്കും ബൈനാൻസ് ലിസ്റ്റിങ്ങും അനൗൺസ് ചെയ്തിട്ടില്ല. ബൈനാൻസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു 1 ബില്യൺ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസും കാര്യങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ വളരെ വലിയ കാര്യങ്ങളൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും മിനിമം ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ എന്തെങ്കിലും ഇനി അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ട്വിറ്ററും അവരുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.